അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ വീടിനെയും നീ ഇരിക്കുന്ന ഇടങ്ങളെയും നീ വർക്ക് ചെയ്യുന്ന ഇടങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീയുമായി ബന്ധപ്പെട്ട് നീ നിന്റെ ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളെ, അത് ഫയലാകാം, പേപ്പറാകാം, വേറെ എന്ത് സംഭവമായ അത് കയ്യിലെടുത്തുകൊണ്ട് ആശീർവാദം മേടിക്കും. മക്കളെ, കർത്താവെ, കന്നുകാലി വളർത്തി ജീവിക്കുന്നവരുണ്ട്, കടകമ്പോളങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, ബ്യൂട്ടി പാർലർ നടത്തി ജീവിക്കുന്നവരുണ്ട്, ഓരോരോ ചെറിയ ബിസിനസ് നടത്തിയിട്ട് ബേക്കറി നടത്തി ജീവിക്കുന്നവരുണ്ട്, ചെറുകിട വ്യവസായങ്ങൾ. കർത്താവെ, അവരുടെ ജീവിക്കാനുള്ള മാർഗം പോലും അല്ലെങ്കിൽ കിട്ടാത്ത അവസ്ഥയിൽ സങ്കടപ്പെട്ട് കണ്ണീരോടെ കട തുറക്കുകയും കണ്ണീരോടെ പൂട്ടുകയും ചെയ്യുന്നവരുണ്ട്. ഈശോയെ,
അവരെ ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അവർക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവമേ, അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം, ഒരു സ്ഥലം, ഒരു സംരംഭം അവർ കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധമ്മ കാനായിലെ കല്യാണത്തിൽ ചെന്നിട്ട് അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമ്മ, അധികാരമുള്ള അമ്മ, നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് ജീവിക്കാൻ, നിനക്കും മക്കൾക്ക് ജീവിക്കാൻ പുതിയൊരിടം നൽകുകയും ചെയ്യട്ടെ. കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, അതുപോലെ തന്നെ വാക്ക് തർക്കങ്ങളിൽ പെട്ടിരിക്കുന്നവരെ, അതുപോലെ ഭീഷണിക്ക് പെട്ടിരിക്കുന്നവരെ, അതുപോലെ അതിർത്തി തർക്കങ്ങളുള്ളവരെ, അതുപോലെ കേസ് കടലിൽ അനുകൂലമായി വിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ പരീക്ഷയുടെ ടെസ്റ്റിന് റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവരെ, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി അനുകൂലമായ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, അവരെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ, വിവാഹത്തിൻ്റെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള പരക്കമ്പാശ നടത്തുന്നവരെ, വീട് സ്ഥലമില്ലാത്തവരെ, സ്ഥലമെങ്കിലും കിട്ടാൻ വേണ്ടി, വീടെങ്കിലും കിട്ടാൻ വേണ്ടി അരഞ്ഞു നടക്കുന്നവരെ, അവരുടെ ഉദ്യമങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. Lord, infuse your spirit of power and grace. ഇപ്പം ഇന്ന് ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു ഭർത്താവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഒരു ഭർത്താവിന് ഈ ബ്ലോക്ക് നല്ല ഒരു 80% ബ്ലോക്കാണ്. അപ്പം വൈഫിനോട് അയാൾ ആശുപത്രി വെച്ച് ചോദിക്കുകയാണ്, എടോ ഞാൻ ഓപ്പറേഷൻ കൊണ്ട് ഈ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടുമോ? അപ്പോൾ വൈഫ് പറയുന്നൊരു ഉത്തരവുണ്ട്, ഞാൻ ദൈവമായിട്ടൊരു ഉടമ്പടിയിലാണ്, അത് സത്യസന്ധമാണ്. സത്യസന്ധമാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന്. എന്താ ഈ മനുഷ്യന്മാരൊക്കെ ഇപ്പം ഇങ്ങനെ ഉടമ്പടി ജീവിക്കണേ. അതുപോലെ ഹസ്ബൻഡിൻ്റെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ആരോഗ്യത്തിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്രൊസീജിയറോ ഒന്നുമല്ല, ഞാനും ദൈവമായിട്ടൊരു ബന്ധമാണ്. അപ്പോൾ ആ വ്യക്തിക്ക് എന്തുമാത്രം ബോധ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് നോക്കിയേ. ആപത്തോ വാളോ ഒന്നും അവരുടെ ഉള്ളിലുള്ള ബോധ്യങ്ങളിൽ നിന്നും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും എടുത്ത് കളയപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ അപ്പോസ്തല കാലഘട്ടം മാത്രമല്ല, ഇക്കാലവും മനുഷ്യൻ ജീവിക്കേണ്ട സുവിശേഷമാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ സാധ്യതകളെ കണ്ടറിഞ്ഞുകൊണ്ട് നല്ല പൊരുതുന്ന പടയാളിയായി ജീവിതത്തെ അഭിമുഖീകരിച്ച് ഓരോ ദിവസവും നിനക്ക് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പം ഒരു ഉത്തരവേ ഉള്ളൂ ഇനി. എന്താണ്? ദൈവത്തെ സ്നേഹിക്കാൻ. എന്താ കാരണം? എൻ്റെ കാരണം ദൈവം നമ്മളെ ഓരോ ദിവസവും പുതിയ സ്നേഹത്തിലാണ് സ്നേഹിക്കുന്നത്. ബൈബിളിലൊക്കെ ഉള്ള ഗുണമെന്ന് വെച്ചാൽ, ബൈബിളിൽ ഈ മദർ വേർഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു നിരീക്ഷണത്തിലുള്ളതാണ്. എന്നുവെച്ചാൽ ബ്രീഡിങ് വേർഡ്, ഒരു വേർഡ് ഇങ്ങനെ ഓരോരോ കാലത്തും ഓരോ ശിശുക്കളെ പറ്റിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ അതിന് പുതിയ പുതിയ അർത്ഥങ്ങളും പുതിയ പുതിയ കമ്മ്യൂണിക്കേഷൻസും വരും ദൈവമായിട്ടുള്ള. 3:22-23 കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇത് സംഭവിച്ചല്ല, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അതായത് അത് ഒന്നിനു വായിച്ചത്, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അതിനാണ് പ്രാധാന്യം. അതാ പ്രശ്നത്തില് സൂര്യന് അസ്തമയമുണ്ട്, വൃദ്ധിക്ക് ക്ഷയം ഉണ്ടാവും. അപവൃദ്ധിയില്ലേ, അപവൃദ്ധിക്ക് ഒരു ക്ഷയം ഉണ്ടാവില്ല. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്നാണ്. അത് നമ്മൾ എന്തുമാത്രം മനസ്സിലാക്കി 2000 കൊല്ലം
ആയിട്ട് 2000 അല്ല, സങ്കീർത്തനം എഴുതിയിട്ട് ഇതിന് 3000 കൊല്ലമായിട്ടുണ്ട്. ഇന്ന് വരെ ധ്യാനിച്ചാൽ തീരാത്തിട്ട ഒരു വാക്കാണ്. കാര്യം കർത്താവിൻ്റെ സ്നേഹത്തിന് ഉദയം മാത്രമേ ഉള്ളെന്ന്. ഒരിക്കലും അസ്തമിക്കണില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഉദയം മാത്രമേ ഉള്ളൂ. പുതിയ പുതിയ ദൈവസ്നേഹമാണ്. പുതിയ പുതിയ ദൈവസ്നേഹത്തിലാണ് ദൈവം നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച് എന്താണ്? എന്തിനാണ് ഒരു ദിവസം? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങളോട്, എന്തിനാണ് ഒരു ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പ്രത്യേകമായ വിധത്തിൽ സ്നേഹിക്കാൻ വേണ്ടി. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും
ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം.
നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ.
ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ.
പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ മുഖവാരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ
മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സർവേശ്വരൻ്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 18-ാം അധ്യായം 27-ാം വാക്യം. അവൻ പറഞ്ഞു, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ തിരുവചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും എനിക്ക് അമ്മ മാതാവും ഈശോയും വഴിയായി കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും അതേപോലെ അത് സാക്ഷ്യപ്പെടുത്തുവാനുമാണ് ഞാൻ ഈ എൻ്റെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇവിടെ നിൽക്കുന്നത്. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങട്ടെ. എനിക്കും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഈ അടുത്തിടെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ഈശോയുടെ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ഫലപ്രാപ്തി അണിഞ്ഞില്ല. അപ്പോൾ ആ അവസരത്തിലാണ് ഞാൻ കൃപാസന മാതാവിനെ കുറിച്ച് അറിയുന്നതും മാതാവിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നതും. അങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്നും കുറച്ച് പേര് ഇതുപോലെ പോരുന്നുണ്ടായിരുന്നു കൃപാസനം പള്ളിയിലേക്ക്. അപ്പം ഞാനും കൂടെ ഇവിടെ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ അരികിലേക്ക് വന്നത്. അങ്ങനെ 2023 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്തു. മറ്റുള്ളവർ എഴുതുന്നത് പോലെ തന്നെ ഞാനും 6 നിയോഗങ്ങൾ എഴുതി. അതിൽ പല നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി. അത് പറയുവാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ലിസി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ ഭർത്താവ് ജോൺസൺ. ഇത് എൻ്റെ മകൻ ലിജീൻ. എൻ്റെ മകൻ ലിജീൻ 2019 ബിടെക് പാസ്സായതാണ്. കുറച്ച് നാൾ IT ഫീൽഡിൽ ജോലി ചെയ്തു. പിന്നെ അവന് അത് താല്പര്യമില്ലാതായി. അപ്പോൾ ബാങ്ക് ടെസ്റ്റുകളും അതേപോലെ PSC എക്സാമൊക്കെ എഴുതി. അങ്ങനെ 2-3 വർഷത്തോളം എഴുതി. ഒന്നും തന്നെ ശരിയാവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതായത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ കുടുംബം, അതായത് ഞാൻ അഞ്ചരയുടെ അച്ഛൻ്റെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കുടുംബവും
ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം ഒന്നിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതും അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതുമെല്ലാം. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ മാതാവിൻ്റെ അവിടെ വന്ന് നമുക്ക് മാതാവിൻ്റെ പള്ളിയിൽ പോയി നമുക്ക് നല്ലവണ്ണം പ്രാർത്ഥിക്കാം. അങ്ങനെ അവൻ ഒരിക്കൽ പല ടെസ്റ്റുകളും എഴുതി. ഒരു ബാങ്ക് ടെസ്റ്റ് എഴുതി, പ്രിലിമിനറി പാസ്സായി, മെയിൻ ടെസ്റ്റ് പാസ്സായി. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ലാസ്റ്റായപ്പോൾ അവൻ ഫെയിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നീ അമ്മയുടെ കൂടെ വായു, അമ്മ ഉടമ്പടി പുതുക്കാൻ പോകുന്നുണ്ട്. അപ്പം നീ അമ്മയുടെ കൂടെ വന്ന് മാതാവിനോട് വളരെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മോൻ ഇവിടെ വന്ന് മാതാവിനോട് വളരെ ഭക്തിയോടെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച ഒരു ചൊവ്വാഴ്ചയാണ് ഞാനിവിടെ വന്നത്. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വെള്ളിയാഴ്ച, അതായത് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥനയും കഴിഞ്ഞ് അവൻ റൂമിലേക്ക് ചെന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിലൊരു മെസ്സേജ് വന്നിരിക്കുന്നു, ന്യൂ ഇന്ത്യ അഷുറൻസിൽ അവൻ സെലക്റ്റായി എന്ന്. വളരെയധികം സന്തോഷം തോന്നി. പിന്നെയും അതായത് അവൻ ബാങ്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സന്തോഷം പങ്കിടാനായിട്ട്, മാതാവിനോട് പറയാനായിട്ട് ഞാനും അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയപ്പോൾ ഞാനും മകനും കൂടെ ഇവിടെ വന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ സാക്ഷി ഞാനിവിടെ എഴുതി കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ മോൻ അപ്പോയിൻമെൻ്റ് ഓർഡർ മാതാവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മോൻ പോയി ജോയിൻ ചെയ്തു. ഇപ്പോൾ അവൻ ന്യൂ ഇന്ത്യ അഷുറൻസിലാണ് ജോലി ചെയ്യുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം തന്നെ അവന് 2 ബാങ്കുകളിലും സെലക്ഷൻ കിട്ടി. ബാങ്ക് ഓഫ് ബറോഡയിലും കിട്ടി, അതേപോലെ തന്നെ കേരള ഗ്രാമീൺ ബാങ്കിലും കിട്ടി. പക്ഷേ മാതാവും ഈശോയും തന്ന ആദ്യത്തെ ആ ജോലിയിൽ തന്നെയാണ് ഇപ്പോഴും അവൻ തുടർന്നു പോകുന്നത്. അങ്ങനെ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ മകന് ജോലി കിട്ടിയാൽ ആദ്യത്തെ ശമ്പളം മുഴുവൻ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നീക്കി വയ്ക്കുമെന്ന്. അങ്ങനെ എൻ്റെ മകൻ്റെ ആദ്യത്തെ ശമ്പളം ഒരു പൈസ പോലും കുറവ് വരുത്താതെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നീക്കി വെച്ചു. പിന്നെ രണ്ടാമത് എനിക്ക് കിട്ടിയ അനുഗ്രഹം എൻ്റെ ഭർത്താവിന്, അതായത് എൻ്റെ ഭർത്താവ് ജോൺസൺ, അദ്ദേഹം ഒരു 20 വർഷത്തോളമായിട്ട് അദ്ദേഹം ഒരു പ്രമേഹ രോഗിയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യും, നോക്കും. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നോർമലായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു, ഈ 10-60 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഒന്ന് തൈറോയിഡും കൂടെ ഒന്ന് നോക്കുക. തൈറോയിഡിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളോ ലക്ഷണങ്ങളോ എൻ്റെ ആൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞു എന്നാലും ഒന്ന് തൈറോയിഡ് ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ TSH, T3, T4 എന്നീ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അത് നോക്കിയപ്പോൾ TSH നോർമലാണ്, T3, T4 നോർമലിനേക്കാൾ വളരെ താഴ്ന്ന നിലയിലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്തെങ്ങനെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ അതിൽ കഴലകൾ കണ്ടെത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഒരു ഫിസിഷ്യനാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻഡോക്രൈനോളജിസ്റ്റിനെ പോയിട്ട് കാണാൻ പറഞ്ഞു. അങ്ങനെ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യാൻ പറഞ്ഞു. ഫ്രീ T3, ഫ്രീ T4 ഇത് 2 ചെയ്തു വരാൻ പറഞ്ഞു. അത് ചെയ്തു വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 6 മാസം കഴിഞ്ഞിട്ട് താൻ വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു വരാൻ പറഞ്ഞു. അങ്ങനെ 6 മാസം കഴിഞ്ഞ് വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് ചെന്നു. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ആദ്യമുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കടലകൾ കണ്ടെത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ശരിയാവില്ലല്ലോ, അപ്പോൾ നമുക്കൊന്ന് FNAC ചെയ്ത് നോക്കാം, കടലകളിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കാം. അങ്ങനെ കടലകളിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധന നടത്തി. ഈ സമയമെല്ലാം ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വളരെ ഭക്തിയോടെ വിശ്വാസത്തോടു കൂടെ തീക്ഷ്ണമായി അമ്മ മാതാവിനോടും ഈശോയോടും ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ തൈറോയിഡ് ക്യാൻസറാണ്. അങ്ങനെ ഞങ്ങളാകെ തകർന്നു പോയി. അമ്മ മാതാവിനോട് ഈശോയോട് ഞങ്ങൾ വളരെ തീക്ഷ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ത് തന്നെയായാലും ഇത് എത്രയും വേഗം ഇത് റിമൂവ് ചെയ്ത് കളയണം. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു, ഞങ്ങൾ സർജറി ചെയ്തു. അങ്ങനെ അതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ബയോപ്സിക്ക് അയക്കാമെന്ന് പറഞ്ഞ് ബയോപ്സിക്ക് അയച്ചു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ഞങ്ങളോട് റിസൾട്ട് വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ റിസൾട്ട് വാങ്ങാൻ പോകുന്ന അന്ന്
വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ജപമാല ചൊല്ലി, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി, ഉടമ്പടി തൈലം പൂശി, അങ്ങനെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ റിസൾട്ട് വാങ്ങാൻ പോയത്. അവിടെ ചെന്ന് ഡോക്ടർ റിസൾട്ട് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോനെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിൻ്റെ ശരീരത്തിൽ ഇപ്പം ക്യാൻസറിൻ്റെ ഒരു സെല്ലുകളുമില്ല, നീ സുഖമായിട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് നടത്തിയാൽ മതി. ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് 5 വർഷത്തോളമായി എനിക്ക് ഭയങ്കര മുട്ടുവേദനയായിരുന്നു. അപ്പോൾ പള്ളിയിൽ പോയിട്ട് മുട്ടുകുത്താനൊന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല. അതേപോലെ കുടുംബ പ്രാർത്ഥനയിലൊന്നും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞു അസ്ഥി തേയ്മാനമാണ്, മുട്ടുകുത്തരുത്, ഒരിക്കലും മുട്ടുകുത്തരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് 2ാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഞാൻ പതിയെ ഒന്ന് മുട്ടുകുത്താൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വേദനയുണ്ട്, എങ്കിലും മാതാവിൽ വിശ്വസിച്ച്, ഈശോയിൽ വിശ്വസിച്ച് ഉടമ്പടി തൈലൊക്കെ പുരട്ടി ഞാൻ മുട്ടിന്മേൽ നിന്ന് തുടങ്ങി. ഇപ്പോൾ എനിക്ക് യാതൊരു പ്രയാസവും കൂടാതെ എത്ര മണിക്കൂർ വേണമെങ്കിലും മുട്ടിന്മേൽ നിന്ന് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. എനിക്കിപ്പോൾ യാതൊരു മുട്ടുവേദനയുമില്ല. ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ കൊറോണ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരും, അതുപോലെ തന്നെ ചുമയും കഫക്കെട്ടും, പിന്നീട് അത് ശ്വാസമുട്ടായി മാറി. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഹെയിലർ ഉപയോഗിക്കണം, മരുന്നുകൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1-2 വർഷത്തോളം ഞാൻ ഇൻഹെയിലറും മരുന്നൊക്കെ ഉപയോഗിച്ച്, അങ്ങനെ ഇതിനോടൊപ്പം തന്നെ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളും ഞാൻ ഭക്തിപൂർവ്വം ഉപയോഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഒരു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 വർഷം കൊണ്ട് ഞാൻ ഈ ആസ്മ മാറ്റി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇൻഹെയിലർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1-2 പ്രാവശ്യം ഡോക്ടറുടെ അരികിൽ പോയി. 3ാമത്തെ പ്രാവശ്യം ഡോക്ടറുടെ അരികിൽ ചെന്ന് ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം തനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ആസ്മയുടെ യാതൊരു ലക്ഷണങ്ങളും ഇപ്പം തനിക്കില്ല, ഇനി താൻ മരുന്നും കഴിക്കേണ്ട, ഇൻഹെയിലർ ഉപയോഗിക്കേണ്ട. അപ്പോൾ വളരെ സന്തോഷമായി. ഇത് അമ്മ മാതാവ് എനിക്ക് തന്ന വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാൻ എല്ലാ മാസവും പത്രം വായിച്ച്, അതായത് എനിക്ക് എല്ലാ മാസവും ഇവിടെ വരാൻ സാധിക്കുമായിരുന്നില്ല, എങ്കിലും ഞാൻ ഇവിടെ വരുന്ന ആളുകളുടെ കയ്യിൽ പൈസ കൊടുത്തയച്ചിട്ട് എല്ലാ മാസവും ഞാൻ പത്രം വരുത്തും. പത്രം വരുത്തി ഞാൻ ഓരോ പത്രത്തിന്മേലും വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി, അതായത് ഇത് കിട്ടുന്ന മക്കൾക്ക് ഈശോയുടെയും മാതാവിൻ്റെയും അനുഗ്രഹം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കാറ്. അവരിതേപോലെ ഇവിടെ വന്ന് ഉടമ്പടി, അതായത് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, അതേപോലെ അതേപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ, ഇതൊക്കെ ഇതിലും ഒക്കെ കൃത്യമായിട്ട് ഞാൻ സംബന്ധിക്കുകയും അന്ന് തന്നെ ആ ചൊവ്വാഴ്ച ദിവസം തന്നെ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ശരിക്കും അച്ഛൻ്റെ ആ ഉടമ്പടി ധ്യാനം ശരിക്കും ഒരു ആത്മീയ ഭക്ഷണമാണ് നമുക്ക്. അതായത് മാതാവ് വഴി ഈശോയെ കൂടുതൽ അറിയാനും ഈശ്വര വിശ്വാസത്തിൽ ആഴമായി വളരാനും അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനവും നമ്മെ സഹായിക്കുന്നുണ്ട്. ഒരു ഉടമ്പടി ധ്യാനവും ഞാൻ മുടക്കാറില്ല. അതുപോലെ തന്നെ മാതാവിൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുകയും, അതായത് എനിക്ക് വേദന വരുന്ന സമയങ്ങളിലെല്ലാം, മാനസികമായി വിഷമിക്കുന്ന സമയങ്ങളിലെല്ലാം, അതായത് സാക്ഷ്യം കേൾക്കുകയും അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും പല ഗ്രൂപ്പുകളിലേക്കും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഞങ്ങൾ, അതായത് പാവപ്പെട്ട രോഗികൾക്കും അതേപോലെ ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ സാമ്പത്തികമായി പഠിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾക്കും ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാ മാസവും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കിഡ്നി ഡാമേജ് ആയ ഒരു മകനുണ്ട്. ഷുഗർ മൂലം കാഴ്ചയും പോയി. അങ്ങനെയുള്ള മകൻ്റെ ഇപ്പോൾ സർജറി, ഇപ്പം അടുത്ത് അമ്മയുടെ കിഡ്നി മാറ്റി വെച്ച് സർജറി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ മകനെ കുറേ കാലമായിട്ട് ഞാൻ എന്നും എന്നെക്കൊണ്ടാവുന്ന ഒരു സഹായം എല്ലാ മാസവും ഞാൻ കൊടുക്കാറുണ്ട്.
അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിൽ രോഗികളെ കാണാൻ പോകാറുണ്ട്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും അതേപോലെ അവരോട് സൗമ്യമായി പെരുമാറാനുമെല്ലാം എനിക്ക് ഈ ഉടമ്പടി എടുത്തത് മൂലമാണ് എനിക്ക് സാധിച്ചത്. അതേപോലെ തീക്ഷ്ണമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാനും കൂടെ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാനും അമ്മ മാതാവിലൂടെ എനിക്ക് അനുഗ്രഹവും കൃപയും ലഭിച്ചു. അതുപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അഗതി മന്ദിരമുണ്ട്. സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു അഗതി മന്ദിരമാണ്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ അവിടെ പോയി അവരോട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയും അവർ കിടക്കുന്ന സ്ഥലമെല്ലാം അടിച്ചു വാരി കഴുകി വൃത്തിയാക്കുകയും അവർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്യാറുണ്ട്. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പോയി അത് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഇതെല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ പ്രവൃത്തികളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, ആവേ മരിയ. എനിക്ക് ജോലി കിട്ടാൻ എന്നെ സഹായിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയും. യെശയ്യാ 53:5 നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ലിസി തൃശ്ശൂരിൻ്റെ സാക്ഷ്യം നമ്മളുടെ അടുത്ത് പറഞ്ഞത്, തൻ്റെ മോൻ പരീക്ഷകളെല്ലാം കഴിഞ്ഞു, ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ട് ജോലി മേഖലയിൽ നിന്ന് ഒരു വികസനം കിട്ടുന്നില്ല. അതിനുശേഷം തൻ്റെ ജീവിത പങ്കാളിക്കുണ്ടായ തൈറോയ്ഡ് രോഗവും കഴലയും, പിന്നീട് ലിസി അമ്മയ്ക്കുണ്ടായിരുന്ന കാൽമുട്ട് വേദനയും ശ്വാസം മുട്ടലും, ഇതിനുശേഷം അവർക്ക് കാരുണ്യ പ്രവൃത്തി ചെയ്ത മേഖലകൾ, പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത മേഖലകൾ, ദിവ്യബലിയിലൂടെയുള്ള പങ്കാളിത്തം, ഉടമ്പടി ജീവിതത്തിലൂടെ അവർക്ക് മാറ്റം സംഭവിച്ചത്, ഇത്രയും കാര്യങ്ങൾ അമ്മകൾ നമ്മുടെ അടുത്ത് സാക്ഷ്യപ്പെടുത്തി. പലതവണ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും മോന് ജോലി ശരിയാകുന്നില്ല. ജോലി മേഖലയിൽ വളരെയധികം വേദന വന്നപ്പോൾ അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞു, മോനെ നമുക്ക് കൃപാസനത്തിൽ പോയി അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ഇവിടെ നിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഫോണിൽ അദ്ദേഹത്തിന് ജോലിക്ക് മെസ്സേജ് വന്നു. അതിന് നന്ദി പറയാൻ വീണ്ടും വന്ന് നന്ദി പറഞ്ഞു. തൻ്റെ ജോലിയിൽ നിന്ന് കിട്ടിയ ശമ്പളത്തിൻ്റെ ആദ്യ ഫലം ദൈവത്തിന് സമർപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന തൈറോയ്ഡും കഴലയും വളരെയധികം വേദനകളും ഡോക്ടർമാരുടെ അടുത്ത് പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോഴെല്ലാം നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം പരിശുദ്ധമ്മ അവരെ കാത്തുകൊണ്ട് സഞ്ചാരിയമ്മയായി പുറകെ നടന്നു. അവരുടെ സംരക്ഷണത്തിനായി അവരുടെ കൂടെ നിന്നു. അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ലാതെ ആ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു. പിന്നീട് അമ്മയ്ക്കുണ്ടായിരുന്ന കാൽമുട്ട് വേദന, അമ്മ എനിക്ക് മുട്ടേ നിന്ന് പ്രാർത്ഥിക്കണം, തീഷ്ണതയാ. മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനോടുള്ള കരുണയും സ്നേഹവുമാണ്. അമ്മ മാതാവിനോടുള്ള സ്നേഹവും കൊണ്ട് മുട്ടേ നിന്ന് പ്രാർത്ഥിക്കാനായി അമ്മയോട് ആവശ്യപ്പെടുകയാണ്. ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി മുട്ടിൽ കുരിശ് വരയ്ക്കും. ഉപ്പെടുത്ത് എല്ലാ ദിവസവും ഉപയോഗിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടാമത്തെ പുതുക്കൽ സമയത്ത് മോളുടെ കാലിൻ്റെ മുട്ടിലെ വേദന മാറി. മുട്ടുകുത്തി നിന്ന് എത്ര സമയം വേണമെങ്കിലും ഇപ്പോൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു. അതിനുശേഷം ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അതിനെല്ലാം മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല. വർഷങ്ങളോളം മരുന്ന് കഴിക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്നാൽ അതിന് പരിശുദ്ധ അമ്മ ശക്തനായവലെന്ന് വൻ കാര്യം ചെയ്തു കൊടുക്കുകയാണ്.
ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അവർക്ക് 6 മാസത്തിനുള്ളിൽ രോഗസൗഖ്യവും ലഭിച്ചു. ശ്വാസം മുട്ടലിൽ നിന്ന് വിടുതൽ കിട്ടി. ഇതെല്ലാം ലഭിച്ചത് ഉടമ്പടി എടുത്തതിലൂടെ. ഉടമ്പടി ജീവിതം കൃത്യമായി ചെയ്തപ്പോൾ, ശ്രദ്ധിച്ച് ചെയ്തപ്പോൾ, എഗ്രിമെൻ്റ് എന്ന് കരുതി വിവേകത്തോടു കൂടി ആയിരുന്നപ്പോൾ പരിശുദ്ധമ്മ അവരെ സംരക്ഷിച്ചു. സമയത്തിൻ്റെ അമ്മ സമയ ഘടികാരത്തിൽ നെഞ്ചിൽ ചാർത്തി കൃപാസനാൾത്താരെ പ്രത്യക്ഷപ്പെട്ട അമ്മ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു അൾത്താരയിൽ സാക്ഷ്യം പറയുവാനായി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതുപോലെ ഉടമ്പടി ജീവിതം എത്രത്തോളം നിങ്ങൾ വിനയത്തിന് ചെയ്യുന്നോ, വിശുദ്ധിയോടുകൂടി ചെയ്യുന്നോ, അപ്പോഴെല്ലാം പരിശുദ്ധമ്മ നമ്മളെ സംരക്ഷിക്കും, നമ്മളെ കാത്തുകൊള്ളും, നമ്മളുടെ കൂടെ നടന്നുകൊണ്ടിരിക്കും. അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പോകുമ്പോൾ ഒരുമിച്ചാണ് പോകുന്നത്, ഹസ്ബൻഡും വൈഫും. അവരൊരുമിച്ച് പോയി പത്രങ്ങൾ കൊടുക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ മറ്റുള്ളവരേക്കാൾ കൂടുതലായി തീഷ്ണതയോടുകൂടി തനിക്കുള്ളതിൽ പങ്കുവയ്ക്കുവാൻ അങ്ങനെ മാറ്റം വന്നപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധമ്മ അവരെ കാത്തുപരിപാലിച്ചു. നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി, നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളെല്ലാം തമ്പുരാൻ നടത്തിത്തരും. നിങ്ങൾ ശാന്തതയോടുകൂടി ഇരിക്കുക, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്തുകൊള്ളും. പരിശുദ്ധമ്മ ഈ മക്കൾക്ക് കൊടുത്ത ഈ ഉടമ്പടി ജീവിതത്തിലൂടെ പുതിയ വ്യക്തികളാക്കിയ, മാറ്റം സംഭവിച്ചപ്പോൾ പുതിയതാക്കി മാറ്റിയ പരിശുദ്ധമ്മയും ഈശോയും നൽകിയ വൻ കൃപയ്ക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി